ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ട മുളകിട്ടത്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരല്പം ഉപ്പ്, നമുക്ക് ഇതിന് ആവശ്യത്തിന് ഈ ഉപ്പ് പോരാ, എന്നാൽ പോലും നമുക്ക് ഇപ്പം ഇത്ര ഇട്ടാൽ മതി. ഒരു നുള്ളുപ്പ്, ഒരല്പം കുരുമുളക് പൊടി, ഇനി 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പം എനിക്കിവിടെ ബീറ്റർ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പാൻ അടുപ്പത്ത് വെക്കാം, സ്റ്റവ് ഓണാക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഫ്ലെയിം ഒന്ന് സ്വിമ്മിലിടാം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു വളയനെടുക്കാം. കാരണം ഇതിനകത്ത് 3 മുട്ടയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇവിടെ 3 എണ്ണം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം കൂടി ഇങ്ങനെ വെക്കുകയാണ്. നമുക്കൊന്ന് ചൂടാവട്ടെ. ഇത് നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് മുക്കാം. സൈഡ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വേവിക്കാം. നമ്മൾ 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കുക്കായിട്ടുണ്ടാകുന്ന നോക്കാം. നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. സൂപ്പറായിട്ടുണ്ട്, കാരണം ഒന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സൂപ്പറായി വന്നിട്ടുണ്ട്. പിന്നെ ആ മുട്ട ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളുണ്ട്. അതിന് വേണ്ടി നമ്മൊരു പാൻ വെക്കാം, ഫ്ലെയിം കൂട്ടിയിടാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വയ്ക്കാം കേട്ടോ. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ചെറുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരല്പം ഇഞ്ചി ചതച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, അല്പം വേപ്പില. ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഈ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇടുക, നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കാം. ഏകദേശം ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നു, അത്ര മതി. ഞാനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/4 ടീസ്പൂണുള്ളൂ, കുറച്ച് മതി. നമ്മൾ പച്ചമുളക് വരുന്ന ഇട്ടിട്ടുണ്ട്, 3 മുട്ടയിലുള്ളൂ, ഇത്ര മതിയാവും. പിന്നെ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 2 നുള്ള് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി നമ്മൾ വഴറ്റി കൊടുക്കുക. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ലേശം ഉപ്പ് മുട്ടയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു ഇത്രയും കുറച്ച് മതി. വളരെയധികം ശ്രദ്ധിക്കണം, ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഇനി ഇടാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി വെക്കാം. നമുക്ക് ഈ എഗ്ഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ചൂടാറിയിട്ടുണ്ട്.
ചെറിയ ചെറിയ സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മൊത്തത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും നമുക്ക് ഫ്ലെയിം ഓണാക്കാം. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ചെയ്തത്. മുട്ട ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ ചെയ്ത് വെച്ചാൽ സമയം ലാഭിക്കല്ല. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ മുട്ട ഇട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോവില്ല, ഇതിങ്ങനെ തന്നെ കിടന്നോളും. പിള്ളേരുകൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി കറിയാണ്. ചോറിന് വെറുതെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്കൊരു 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ചെറുനാരങ്ങ നീര് ഇട്ടുമായിരിക്കും. ഒരല്പം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം ലാസ്റ്റായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൂപ്പർ കിട്ടു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.